നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യ. പ്രധാന വാർത്തകൾ. എലപ്പുള്ളി ഡേറ്റാ ബാങ്കിൽ നിന്ന് 4 ഏക്കർ ഒഴിവാക്കാൻ മദ്യ കമ്പനി നൽകിയ അപേക്ഷ നിരസിച്ചു. ഇന്ത്യൻ പൗരന്മാരെ വിലങ്ങണിയിച്ച സംഭവം. പ്രതീകാത്മക പ്രതിഷേധവുമായി കോൺഗ്രസ്. ജില്ലയിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ സിറ്റിംഗിൽ പരിഗണിച്ചത് 984 പരാതികൾ. പോത്തുണ്ടി ഇരട്ടക്കൊല കുറ്റപത്രം 45 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് ആലത്തൂർ ഡിവൈഎസ്പി. വാർത്തകൾ വിശദമായി. എലപ്പുള്ളി ഡേറ്റാ ബാങ്കിൽ നിന്ന് 4 ഏക്കർ ഒഴിവാക്കാൻ മദ്യ കമ്പനി നൽകിയ അപേക്ഷ നിരസിച്ചു. എലപ്പുള്ളിയിലെ ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാൻ ഒയാസിസ് കമ്പനി നൽകിയ അപേക്ഷ പാലക്കാട് RDO തള്ളി. എലപ്പുള്ളിയിൽ ഒയാസിസ് കമ്പനിക്ക് 24 ഏക്കർ ഭൂമിയാണുള്ളത്. ഇതിൽ ഉൾപ്പെട്ട 4 ഏക്കറാണ് ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാൻ അപേക്ഷ നൽകിയിരുന്നത്. ഒയാസിസ് നൽകിയ അപേക്ഷ പ്രകാരം സ്ഥലത്ത് പരിശോധന നടത്തിയ കൃഷി ഓഫീസർ നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് കഴിഞ്ഞ 24-ന് അപേക്ഷ RDO തള്ളിയത്. ഇത് ഒഴിവാക്കിയുള്ള ഭൂമിക്കാണ് സർക്കാരിൽ നിന്ന് പ്രാഥമിക അനുമതി ലഭിച്ചതെന്ന് കമ്പനി അറിയിച്ചു. ഇന്ത്യൻ പൗരന്മാരെ വിലങ്ങണിയിച്ച സംഭവം. പ്രതീകാത്മക പ്രതിഷേധവുമായി കോൺഗ്രസ്. ഇന്ത്യൻ പൗരന്മാരെ മനുഷ്യത്വ വിരുദ്ധമായ വിലങ്ങണിയിച്ച് സംഭവത്തിനെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രതീകാത്മകമായി വിലങ്ങണിയിച്ച് തെരുവിൽ പ്രകടനം നടത്തി. DCC ഓഫീസിൽ നിന്നും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കാണ് പ്രകടനം സംഘടിപ്പിച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് അമേരിക്കക്കെതിരെ ധീരമായ നിലപാട് സ്വീകരിച്ച ഇന്ദിരാഗാന്ധിയുടെ ചരിത്രം മോദി പഠിക്കണമെന്ന പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി KA തുളസി പറഞ്ഞു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, DCC ഭാരവാഹികളായ V രാമചന്ദ്രൻ, C ബാലൻ, പ്രതീഷ് മാധവൻ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ PK പ്രിയകുമാരൻ, K വാസു, M രാധാകൃഷ്ണൻ, നേതാക്കളായ സുധാകരൻ പ്ലാക്കാട്ട്, PH മുസ്തഫ, C കിദർ മുഹമ്മദ്, K ഭവദാസ്, ഹരിദാസ് മച്ചിങ്ങൽ, രേവതി ബാബു, D ഷജിത് കുമാർ, രമേശ് പുത്തൂർ, S സേവ്യർ, V മോഹൻ, A കൃഷ്ണൻ, മിനി ബാബു എന്നിവർ സംസാരിച്ചു. ജില്ലയിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ സിറ്റിംഗിൽ പരിഗണിച്ചത് 984 പരാതികൾ. പാലക്കാട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ വാർഡ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ സിറ്റിംഗിൽ പരിഗണിച്ചത് 984 പരാതികൾ. വാർഡ് ഡിവിഷൻ വിഭജനവും അതിർത്തി നിർണയവും സംബന്ധിച്ച പരാതികൾ രാവിലെ 9-ന് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ആരംഭിച്ച ഹിയറിംഗ് രാത്രി വരെ നീണ്ടു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാന്റെ നേതൃത്വത്തിലായിരുന്നു ഹിയറിംഗ്. ഹാജരായ മുഴുവൻ ആളുകളെയും കമ്മീഷൻ നേരിട്ട് കണ്ടു. പരാതികൾ നേരിട്ട് കേട്ടതിന്റെയും അന്വേഷണ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാവും അന്തിമ വിജ്ഞാപനം പുറത്തിറക്കുക. പോത്തുണ്ടി ഇരട്ടക്കൊല കുറ്റപത്രം 45 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് ആലത്തൂർ ഡിവൈഎസ്പി. നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊല കേസിൽ കുറ്റപത്രം 45 ദിവസത്തിനകം കോടതിയിൽ സമർപ്പിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേസ് അന്വേഷണ ചുമതലയുള്ള ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ അറിയിച്ചു. കോടതി ജാമ്യത്തിൽ വിട്ട പ്രതി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചാൽ പോലീസിന് കോടതിക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൊടുക്കാൻ മാത്രമാണ് കഴിയുക എന്ന് ഡിവൈഎസ്പി പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന വിഷയം പരിശോധിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. ഭരണ സംവിധാനങ്ങൾക്ക് താക്കീതാവാൻ മാധ്യമങ്ങൾക്ക് കഴിയണമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട്. ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനയും അട്ടിമറിക്കുന്ന ഭരണ സംവിധാനങ്ങൾക്ക് താക്കീതാവാൻ മാധ്യമങ്ങൾക്ക് കഴിയണമെന്ന് VK ശ്രീകണ്ഠൻ MP. ജനാധിപത്യത്തിന് കരുത്തു പകരുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് നിർണായ ശക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് വീക്ഷണം ജില്ലാ ബ്യൂറോയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഭരണകർത്താക്കളിലേക്ക് എത്തിക്കുന്ന ചാലക ശക്തിയാണ് മാധ്യമങ്ങൾ. അവർ യഥാവിധി പ്രവർത്തിച്ചാൽ മാത്രമേ തെറ്റുകൾ തിരുത്താൻ കഴിയുകയുള്ളൂ. മദ്യമാഫിയകളെ പോലെയുള്ള വൻകിടക്കാർ ഭൂമി കയ്യേറുമ്പോൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കാനാവില്ല. വെള്ളത്തിനും വെളിച്ചത്തിനും വേണ്ടി അലമുറയിടുന്ന ജനതയെ നോക്കുകുത്തിയാക്കി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. ജനദൗർലഭ്യത്താൽ വീർപ്പുമുട്ടുന്ന ജനവിഭാഗത്തിന് താങ്ങാവുന്നതല്ല എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിയുടെ കടന്നുവരവ്. സാധാരണ ജനങ്ങൾ വെള്ളത്തിനും ഭക്ഷ്യവസ്തുക്കൾക്കും വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ അവരുടെ ദയനീയത കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും VK ശ്രീകണ്ഠൻ MP കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ വീക്ഷണം MD
അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് അധ്യക്ഷനായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, KPCC സെക്രട്ടറിമാരായ പ്രൊഫസർ KA തുളസി, C ചന്ദ്രൻ, മുൻ മന്ത്രി VC കബീർ, മുൻ MLA KA ചന്ദ്രൻ, പ്രമോദ് കൂവൻ തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഇവിടെ സാന്നിധ്യം വളരെ സന്തോഷമുണ്ടാകുന്നത് 50ാം വാർഷികത്തിൽ എത്തുമ്പോൾ നമുക്ക് പാലക്കാട് ജില്ലയിലെ വീക്ഷണം പത്രം എല്ലാ ഗ്രാമങ്ങളിലും എത്തിക്കാൻ നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും പത്രം വലിയ വിജയം. തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം ജെയ്സൺ ജോസഫ് പറഞ്ഞപ്പോൾ ഞാൻ ചുരുക്കി പറയാം, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളൊക്കെ പഴയതുപോലുള്ള ഒരവസ്ഥയല്ല. നമുക്കറിയാം, കച്ചവട താല്പര്യമുണ്ട്, രാഷ്ട്രീയ താല്പര്യമുണ്ട്, സങ്കുചിതമായ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ഇതിനൊക്കെ വേണ്ടി മാധ്യമ മേഖലയും വഴിവിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പലതും കണ്ണടച്ച് ഇട്ടാക്കുക, സത്യസന്ധമായ കാര്യങ്ങൾ മൂടിവെക്കുക. ആരെയൊക്കെയോ ഭയന്നുകൊണ്ടാണ് മിക്കവാറും പത്രപ്രവർത്തകർ പ്രവർത്തിക്കുന്നത്. പഴയ പോലത്തെ ധൈര്യമില്ല. കാരണം രാജ്യം മുഴുവൻ നിങ്ങൾക്കറിയാം, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ്, ഭരണഘടനയെ തന്നെ നോക്കുകുത്തിയാക്കുന്ന ഗവൺമെന്റ്. സംസ്ഥാന ബജറ്റ് ജീവനക്കാരെയും സർവീസ് ക്ഷേമ പെൻഷൻകാരെയും നിരാശയിലാക്കിയെന്ന് പഞ്ചായത്ത് പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ. സംസ്ഥാന ജീവനക്കാരെയും സർവീസ് പെൻഷൻകാരെയും ക്ഷേമ പെൻഷൻകാരെയും മൊത്തത്തിൽ നിരാശയിലാക്കിയ ജനദ്രോഹ ബഡ്ജറ്റാണിതെന്ന് കേരള പഞ്ചായത്ത് പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് AK സുൽത്താൻ അഭിപ്രായപ്പെട്ടു. 2019 പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 2024 കഴിഞ്ഞിട്ടും സർവീസ് പെൻഷൻകാർക്ക് ലഭിച്ചില്ല. 2024 ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരേണ്ട പെൻഷൻ പരിഷ്കരണത്തിന് സമിതിയെ വെക്കുന്ന കാര്യം പോലും ബഡ്ജറ്റിൽ വ്യക്തമായിട്ടില്ല. പെൻഷൻകാർക്ക് കിട്ടേണ്ട കുടിശ്ശികയുള്ള 7 ഗഡു 22% ക്ഷാമാശ്വാസവും അനുവദിച്ച DRന്റെ 39 മാസത്തെ കുടിശ്ശികയും നിഷേധിക്കുകയും ചെയ്ത സർക്കാർ 1 ഗഡു ക്ഷാമബത്ത ഏപ്രിൽ മാസത്തിൽ തരുമെന്നാണ് ബഡ്ജറ്റിൽ പറയുന്നത്. ഒരർത്ഥത്തിൽ ജനപ്രിയ ബഡ്ജറ്റ് അല്ല ഇത്, ജനദ്രോഹ ബഡ്ജറ്റാണിതെന്ന് AK സുൽത്താൻ അഭിപ്രായപ്പെട്ടു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് വേട്ട. ഷൊർണൂരിലെത്തിയ ട്രെയിനിൽ നിന്ന് 8 കിലോയിലേറെ കഞ്ചാവ് കണ്ടെടുത്തു. ഇന്നലെ രാത്രി 8:30 ഷൊർണൂർ റെയിൽവേ ജംഗ്ഷനിലെത്തിയ തിരുനെൽവേലി എക്സ്പ്രസ് ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് റെയിൽവേ പോലീസ് CI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് കണ്ടെടുത്തത്. കമ്പാർട്ട്മെന്റിലെ വാഷ് ബേസിന്റെ താഴെ 8 ക്യാരി ബാഗുകളിലായാണ് 8.152 കിലോ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നതെന്ന് റെയിൽവേ CI അനിൽ മാത്യു ഇന്ത്യൻ പീപ്പിൾ TVയെ അറിയിച്ചു. 7/2/2025 വൈകിട്ട് ഷൊർണൂർ എത്തിച്ചേർന്ന വൈകിട്ട് 5 മണിക്ക് എത്തിച്ചേർന്ന ദാദർ തിരുനെൽവേലി വണ്ടിയിൽ നിന്ന് ഉദ്ദേശം ഒരു 8.5 കിലോ കഞ്ചാവ് ഇന്നത്തെ ദിവസം കണ്ടെടുക്കാൻ പറ്റി. മുന്നിലുള്ള ജനറൽ കോച്ചിലാണ് ഇത് സൂക്ഷിക്കുന്നൊരു ബാഗിലാണ് ഉണ്ടായിരുന്നത്. ഇത് ഇത്രയെങ്കിലും ഒരു 8.5 കിലോ ഒരു മാസത്തിൽ നമ്മളൊരു 10-30 കിലോളം നമ്മൾ പിടിച്ചെടുക്കണം കഞ്ചാവ് ഇത്രയെങ്കിലും സമൂഹത്തിൽ എത്താതെ തടയുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മറ്റൊരാളോട് ചാറ്റിംഗ്. സുഹൃത്തായ പെൺകുട്ടിയെ മർദ്ദിച്ച 20കാരൻ അറസ്റ്റിൽ. മറ്റൊരാളോട് ചാറ്റ് ചെയ്തതിന് സുഹൃത്തായ പെൺകുട്ടിയെ മർദ്ദിച്ച 20കാരൻ അറസ്റ്റിൽ. മണ്ണാർക്കാട് കുമരംപുത്തൂർ സ്വദേശി പ്രിൻസിനെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. മർദ്ദിച്ചതിനു പുറമെ പെൺകുട്ടിയുടെ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്തു. പ്രിൻസ് പെൺകുട്ടിയുമായി 2 വർഷമായി പ്രണയത്തിലാണ്. കൈകൊണ്ടും വടി ഉപയോഗിച്ചുമാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. ഫോൺ നശിപ്പിച്ചതിന് 17,000 രൂപയുടെ നഷ്ടവും പരസ്യമായി മർദ്ദിച്ചതിൽ മാനഹാനി ഉണ്ടായെന്നുമാണ് പരാതി. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ.
കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. വാർത്തകൾ തുടരുന്നു. കണ്ണമ്പ്രയിൽ റോഡരികിൽ ബസ് കാത്തുനിന്നവർക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി 10 പേർക്ക് പരിക്ക്. വടക്കഞ്ചേരി കണ്ണമ്പ്ര പുളിങ്കൂട്ടത്ത് റോഡരികിൽ ബസ് കാത്തുനിന്നവർക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി. സ്ത്രീകൾ ഉൾപ്പെടെ 10ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരു സ്ത്രീയടക്കം 3 പേരുടെ പരിക്ക് ഗുരുതരമാണ്. ആനമാറി കോടിൽപ്പാടം സ്വദേശികളായ തങ്കമണി, സുന്ദരൻ, കാവശ്ശേരി, കോങ്ങാളക്കോട്, ആലിക്കൽ പറമ്പ്, ധനലക്ഷ്മി എന്നിവർക്കാണ് കാലിന് ഗുരുതര പരിക്കേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ളവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണമ്പ്ര മഞ്ഞപ്ര പുളിങ്കൂട്ടത്തിന് സമീപമായിരുന്നു പകൽ 3 മണിയോടെ അപകടം സംഭവിച്ചത്. വീടിന്റെ വാർപ്പ് പണിക്ക് വന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. പണി കഴിഞ്ഞ് ബസ് കാത്ത് റോഡരികിൽ മതിലിനോട് ചേർന്ന് നിൽക്കവെയായിരുന്നു പുളിങ്കൂട്ടം ഭാഗത്ത് നിന്നെത്തിയ കാർ ഇടിച്ചു കയറിയത്. കാർ ഓടിച്ചിരുന്ന തൃപ്പാളൂർ സ്വദേശി 56-കാരനായ ജെയ്സനെ വടക്കഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദുരിതപൂർണമായ കാത്തിരിപ്പിന് വിട. മുനവറ നിവാസികൾക്ക് റോഡായി. മുനവറ പ്രദേശവാസികളുടെ ദുരിതപൂർണമായ കാത്തിരിപ്പിന് വിരാമമായതിന്റെ ആഹ്ലാദത്തിലാണ്. പാലക്കാട് നഗരസഭയിലെ 32-ാം വാർഡിലെ മുനവറ പ്രദേശവാസികളുടെ റോഡിനു വേണ്ടിയുള്ള ദീർഘകാലത്തെ കാത്തിരിപ്പിനാണ് വിരാമമായത്. മഴക്കാലത്ത് വെള്ളക്കെട്ടു കാരണം പ്രദേശത്തെ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ പോലും ഏറെ ദുരിതം അനുഭവിക്കുകയാണ് പതിവ്. ജനപ്രതിനിധിയായി ഉത്തരവാദിത്തം ഏറ്റെടുത്തതു മുതൽ റോഡിനു വേണ്ടി ശ്രമിച്ചതായും വാർഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് പൂർത്തീകരിക്കാൻ സാധിച്ചതെന്നും വാർഡ് കൗൺസിലർ M. സുലൈമാൻ അറിയിച്ചു. നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് 3-ാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന സഹോദരങ്ങൾക്കുമേൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് 8 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കുളവൻമുക്ക് കിഴക്കേ മണ്ഡപം കുടം വീട്ടിൽ വിനോദിന്റെയും സജിതയുടെയും മകൾ സനുഷയാണ് മരിച്ചത്. അപകടത്തിൽ സഹോദരൻ വിഘ്നേഷ്, സഹോദരി സജിനി എന്നിവർക്ക് പരിക്കേറ്റു. അമിത വേഗത്തിലായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ആദ്യം സജിനിയെ ഇടിച്ചു വീഴ്ത്തി. കുട്ടികളുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി. വീട്ടിൽ നിന്ന് 50 മീറ്റർ അകലെ വെച്ചായിരുന്നു അപകടം. പരിക്കേറ്റ സഹോദരൻ വിഘ്നേഷിന്റെ നില ഗുരുതരമാണ്. മരണപ്പെട്ട സനുഷ കുഴൽമന്ദം ഗവൺമെന്റ് ഹൈസ്കൂളിൽ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രാത്രി 8:30-യോടെയാണ് മരണം. അപകടത്തിൽ കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്ന ചെറിയമ്മയ്ക്കും പരിക്കുണ്ട്. ഇന്നലെ വൈകിട്ട് 4:30-യോടെ കുളവൻമുക്ക് ജംഗ്ഷനും പെൻഷൻ ഭവനും ഇടയിലുള്ള പലചരക്ക് കടയ്ക്ക് മുൻവശത്താണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ ആദ്യം കുഴൽമന്ദം ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തുടർ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിഘ്നേഷിന്റെ പരുക്ക് ഗുരുതരമാണ്. ബൈക്ക് ഓടിച്ചിരുന്ന ആലപ്പുഴ സ്വദേശി 32-കാരനായ സൂരജിനെതിരെ കുഴൽമന്ദം പോലീസ് കേസെടുത്തു. കുട്ടികളുടെ അച്ഛൻ വിനോദിന് തിരുവനന്തപുരത്തും അമ്മ സജിതയ്ക്ക് തൃശൂരിലും ജോലിയായതിനാൽ മുത്തച്ഛൻ ഷെൽവന്റെ കൂടെയാണ് കുട്ടികൾ താമസിക്കുന്നത്. 4 പഞ്ചായത്തുകളിൽ 3 ദിവസം കുടിവെള്ളം മുടങ്ങും. കുടിവെള്ള വിതരണം മുടങ്ങും. കേരള ജല അതോറിറ്റി പാലക്കാട് ജലവിതരണ പദ്ധതി ഡിവിഷന് കീഴിൽ നടന്നുവരുന്ന ജൽജീവൻ മിഷൻ പ്രവൃത്തിയിൽ തെങ്കര, തച്ചമ്പാറ, കാഞ്ഞിരപ്പുഴ, കാരാകുറിശി പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്നും സ്പിൽവേയിൽ നിർമ്മിക്കുന്ന കിണറിന്റെ പ്രവർത്തികൾക്കായി സ്പിൽവേയിലുള്ള വെള്ളം പൂർണ്ണമായി ഒഴിവാക്കേണ്ടതിനാൽ തച്ചമ്പാറ, കാഞ്ഞിരപ്പുഴ, കാരാകുറിശി പഞ്ചായത്തുകളിലേക്ക് 9 ഞായറാഴ്ച രാത്രി 10 മണി മുതൽ 13 വ്യാഴാഴ്ച പുലർച്ചെ 2 മണി വരെ കുടിവെള്ള വിതരണം പൂർണ്ണമായി തടസ്സപ്പെടുമെന്ന് ജല അതോറിറ്റി അറിയിക്കുന്നു. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണ ആയിരിക്കും. അതെ. പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. രൂക്ഷമായ വന്യമൃഗശല്യം. കാഞ്ഞിരപ്പുഴയിൽ സർവകക്ഷി യോഗം ചേർന്നു. രൂക്ഷമായ വന്യമൃഗശല്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സർവകക്ഷി യോഗം ചേർന്നു. പഞ്ചായത്ത് പരിധിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ആളുകൾക്ക് പരിക്കുപറ്റിയ സാഹചര്യത്തിൽ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ പഞ്ചായത്തിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലുന്നതിന് യോഗം തീരുമാനിച്ചു. ഇതിനുവേണ്ടി പ്രത്യേക ഷൂട്ടർമാരെ എത്തിക്കാനും യോഗത്തിൽ ധാരണയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ, വൈസ് പ്രസിഡന്റ്
സിദ്ദിഖ് ചേപ്പോടൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പ്രദീപ്, സിബി കുര്യൻ, മിനിമോൾ ജോൺ, ഡെപ്യൂട്ടി റേഞ്ചർ മനോജ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ലക്ഷ്മി ദാസ്, പി സുബിൻ, വിവിധ കക്ഷി നേതാക്കളായ നിസാർ മുഹമ്മദ്, പി മണികണ്ഠൻ, പി രാജൻ, ബാലൻ പൊറ്റശ്ശേരി, രവി അടിയത്ത്, കർഷക പ്രതിനിധികളായി സണ്ണി കിഴക്കേക്കര, ജോമി മാളിയിക്കൽ, വാർഡ് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. നേർച്ച. നാളെ പട്ടാമ്പിയിൽ ഗതാഗത നിയന്ത്രണം. പട്ടാമ്പി നേർച്ചയോടനുബന്ധിച്ച് നാളെ കാലത്ത് 10 മണി മുതൽ രാത്രി 9:30 വരെ പട്ടാമ്പിയിൽ വാഹന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തൃത്താല കൊപ്പം ഭാഗത്തു നിന്നും മുതുതല വെള്ളിയാങ്കല്ല് വഴി ഗുരുവായൂർ ഭാഗത്തേക്ക് പോവേണ്ടതാണ്. വളാഞ്ചേരി പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൊപ്പം ഭാഗത്തു നിന്ന് മുളയങ്കാവ് വല്ലപ്പുഴ വഴി പാലക്കാട് ഭാഗത്തേക്ക് പോവേണ്ടതാണ്. പാലക്കാട് ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ഭാഗത്തു നിന്നും കൈലിയാട് മുളയൻകാവ് വല്ലപ്പുഴ വഴി പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവേണ്ടതാണ്. പാലക്കാട് ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ഭാഗത്തു നിന്നും ചെറുതുരുത്തി പള്ളം കൂട്ടുപാത വഴി ഗുരുവായൂർ ഭാഗത്തേക്ക് പോവേണ്ടതാണ്. ഗുരുവായൂർ ഭാഗത്തു നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൂട്ടുപാത വഴി ചെറുതുരുത്തി പള്ളം വഴി പാലക്കാട് ഭാഗത്തേക്ക് പോവേണ്ടതാണ്. ഗുരുവായൂർ ഭാഗത്തു നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൂറ്റനാട് ഭാഗത്തു നിന്നും തൃത്താല വെള്ളിയാങ്കല്ല് വഴി പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവേണ്ടതാണ്. പട്ടാമ്പി മെയിൻ റോഡിലൂടെ കാലത്ത് 10 മണി മുതൽ രാത്രി 9:30 വരെ യാതൊരു കാരണവശാലും വാഹനങ്ങൾ കടന്നു പോകുന്നതിന് അനുവദിക്കുന്നതല്ല. കാട്ടുതീ പ്രതിരോധ ബോധവൽക്കരണ ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. കാട്ടുതീ പ്രതിരോധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സോഷ്യൽ ഫോറസ്ട്രി പാലക്കാട് ഡിവിഷന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ധോണി ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റിന്റെ സഹകരണത്തോടെ സ്റ്റേഡിയം സ്റ്റാൻഡിന് സമീപത്തായിരുന്നു ഫ്ലാഷ് മോബ്. തൂലിക ഡിജിറ്റൽ പത്രം ജനുവരി ലക്കം പുറത്തിറക്കി. ഡിജിറ്റൽ പത്രം പുതിയ ലക്കം പ്രകാശനം ചെയ്തു. അമ്പലപ്പാറ വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ തൂലിക ഡിജിറ്റൽ പത്രം ജനുവരി ലക്കത്തിന്റെ പ്രകാശനം ഗ്രാമപഞ്ചായത്ത് അംഗം പി ലത നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ M ശശികുമാർ അധ്യക്ഷത വഹിച്ചു. കെ ജിഷ്ണ, പി ഹർഷ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി കെ അജിത് തമ്പാൻ സ്വാഗതവും TS സഞ്ജീവ് നന്ദിയും പറഞ്ഞു. ജനുവരി മാസത്തെ പൊതുവിജ്ഞാപന പ്രശ്നോത്തരിയിൽ വിജയിച്ചവർക്കുള്ള സമ്മാന വിതരണവും പി ലത നിർവഹിച്ചു. ലോഗോ പ്രകാശനവും പ്രദർശനവും നടന്നു. അടയ്ക്കാപുത്തൂർ AUP സ്കൂളിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന 150ാം വാർഷികം സെക്വി സെന്റിനറിയുടെ ഭാഗമായി ലോഗോ പ്രകാശനവും പ്രദർശനവും നടന്നു. ചിത്രകലാ അധ്യാപകനായ അടയ്ക്കാപുത്തൂർ ഹരിനാരായണൻ രൂപകൽപ്പന ചെയ്ത ലോഗോയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജനാർദ്ദനൻ, സ്റ്റാഫ് സെക്രട്ടറി സുരേന്ദ്രൻ, സരിത കലാക്ഷേത്ര, KT ഉണ്ണികൃഷ്ണൻ, തുളസിദാസ് എന്നിവർ സംസാരിച്ചു. കോട്ടപ്പുറം തിരുവളയനാട് കാവിൽ പ്രതിഷ്ഠാ ദിനവും ശാസ്താ പ്രതിഷ്ഠയും. ശ്രീകൃഷ്ണപുരം കോട്ടപ്പുറം തിരുവളയനാട് കാവിൽ പ്രതിഷ്ഠാ ദിനവും ശാസ്താ പ്രതിഷ്ഠയും ഇന്ന് നടന്നു. സഹസ്ര കലശാഭിഷേകം, വൈകിട്ട് മഹാഗുരുതി, ഉച്ചയ്ക്ക് ദേവി പ്രസാദ ഊട്ട് എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. രാവിലെ 6:30-നും 7:30-നും ഇടയിലാണ് ശാസ്താ പ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നത്. സുന്നി മദർസയ്ക്ക് കുറ്റിയടിച്ചു. ഒറ്റപ്പാലം ചുനങ്ങാട് യാസിൻ നഗർ മിൻഹാജുൽ ഹുദ സുന്നി മദർസയ്ക്ക് കുറ്റിയടിച്ചു. ജംഇയ്യത്തുൽ ഉലമ കേന്ദ്രം മുഷാവറ അംഗം അബ്ദുൾ റഹ്മാൻ ഫൈസി മാരായമംഗലം ചടങ്ങ് നിർവഹിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് സൈദലവി മുസല്യാർ അധ്യക്ഷനായിരുന്നു. ഇസ്മായിൽ K, ബഷീർ PV, നാസർ മുസല്യാർ, അഹമ്മദ് സഖാഫി, അബ്ദുൾ റഹ്മാൻ ജൗഹരി, ഹമീദ് മുസല്യാർ, ഖാദർ മുസല്യാർ, പോക്കർ K, ലിഹായുദ്ദീൻ K, മൂസ VP തുടങ്ങിയവർ സന്നിധരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എലപ്പുള്ളി ഡേറ്റാ ബാങ്കിൽ നിന്ന് 4 ഏക്കർ ഒഴിവാക്കാൻ മദ്യക്കമ്പനി നൽകിയ അപേക്ഷ നിരസിച്ചു. ഇന്ത്യൻ പൗരന്മാരെ വിലങ്ങണിയിച്ച സംഭവം, പ്രതീകാത്മക പ്രതിഷേധവുമായി കോൺഗ്രസ്. ജില്ലയിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ സിറ്റിംഗിൽ പരിഗണിച്ചത് 984 പരാതികൾ. പോത്തുണ്ടി ഇരട്ടക്കൊല കുറ്റപത്രം 45 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് ആലത്തൂർ DYSP. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.